കൊട്ടാരക്കര ദിണ്ടിഗൽ നാഷണൽ ഹൈവേ NH 183 ഭാഗം കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്ന്. അയ്യപ്പ ഭക്തരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാതകളിൽ ഒന്ന്. ഈ പാതയിലെ അപകടത്തിൻ്റെ കണക്കുകൾ ചില്ലറയല്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്തത് വെച്ച് തന്നെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ മാസത്തിൽ 2-3 അപകടങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ആഴ്ചയിൽ 2-3 അപകടങ്ങളാണ് ചെറുതും വലുതുമായി ഈ പാതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 13 നടന്ന അപകടത്തിൻ്റെ ചിത്രങ്ങളാണ് ഈ കണ്ടത്. ഈ വളഞ്ഞങ്ങാനത്ത് ഈ വളവിന് സമീപത്തായിട്ടാണ് ഈ അപകടം നടന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലോറിയാണ്, ഇറങ്ങി വരുന്നു, ബ്രേക്ക് നഷ്ടപ്പെടുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബാരിക്കേഡും ഇടിച്ച് തകർത്താണ് പുറത്തേക്ക് പോയത്. അതിനുശേഷം പണിത ബാരിക്കേഡാണിത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബാരിക്കേഡാണ് അന്നുണ്ടായിരുന്നത്. ഈ ബാരിക്കേഡിനെ ഇടിച്ച് തകർത്ത് താഴ്ചയിലേക്ക് മറിഞ്ഞ ലോറി താഴത്തെ വഴിയിലേക്ക് ചെന്നാണ് വീണത്. മുകളിൽ നിന്ന് ഈ കാണുന്ന സംരക്ഷണ ഭിത്തിയും തകർത്ത് താഴേക്ക് പതിച്ച ലോറി വന്ന് വീണത് ഈ റോഡിലേക്കാണ്. ആ ലോറിയിലാകട്ടെ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗുരുതര പരിക്കുകളേറ്റ അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഒന്ന് സ്ട്രോങ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ അത് കണ്ടില്ല, ഒരു പ്രദേശം മൊത്തം കൊണ്ടാണ് പോയിരിക്കുന്നത്. അതിൻ്റെ കാലൊരു 4 അടി 5 അടി താന്നാ നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ വണ്ടി അതേ തട്ടിയിട്ട് തിരിച്ച് റോഡിലേക്ക് തന്നെ മറിഞ്ഞു വീണ്ട സംഭവം. പ്രധാനപ്പെട്ട 2-3 ടേണിംഗ് ഉണ്ട്. ആ ടേണിങ് പോക്കാൻ പറഞ്ഞ് ഒത്തിരി കാലമായി പറയുന്നതായിട്ട്. ഒരു ദിവസം തന്നെ 14 വണ്ടി ഇടിച്ച ടേണിംഗ് ഉണ്ട് ഇവിടെ. ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിൽ ഒന്നുകൂടിയാണിത്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ മറിയുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തമിഴ്നാട് സ്വദേശികളായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് ഈ കാണുന്ന തിട്ടയിലിടിച്ചാണ് ഇവിടെ മറിഞ്ഞത്. കഴിഞ്ഞ ഡിസംബർ 19, അതായത് ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് മാത്രം. അത്തരത്തിൽ നിരവധി അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളാണ് ഇവിടെ മറിഞ്ഞ് അപകടമുണ്ടാകുന്നത്. ഇവിടെ ഇപ്പം ശബരിമല സീസൺ വന്നു കഴിയുമ്പോൾ തന്നെ നല്ലൊരു തിരക്ക് വരുന്നുണ്ട്. ടൂറിസ്റ്റുകളുടെ അതിപ്രസരമുണ്ട്. ശനി, ഞായർ, വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിൽ അന്നേരത്തേക്ക് റോഡ് ഫുള്ളായിട്ട് ബ്ലോക്കാകും. ഇത്രയേറെ വളവുകളും ഇറക്കങ്ങളുമുള്ള ഒരു പാതയുടെ സംരക്ഷണ ഭിത്തിയുടെ അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ മുമ്പൊരു അപകടം നടന്നിട്ടുണ്ട്. ഈ അപകടത്തിൽ ഈ സംരക്ഷണ ഭിത്തി തകർന്നിട്ടുമുണ്ട്. അതിനുശേഷം ഇത് പുനർനിർമ്മിച്ചിട്ടില്ല. അപകടത്തിൽ എന്ത് സംഭവിച്ചോ അതങ്ങനെ കിടക്കുകയാണ്. ഇതുമാത്രമല്ല, പല ഭാഗങ്ങളിലും സംരക്ഷണ ഭിത്തി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കുട്ടിക്കാനത്തിനും പെരുവന്താനത്തിനും ഇടയ്ക്ക് ആഴ്ചയിൽ 1-2 ദിവസങ്ങൾ അടുപ്പിച്ച് അപകടങ്ങളുണ്ട്. റോഡിൻ്റെ ടാറിങ്ങിൻ്റെ എഡ്ജിലുള്ള കട്ടിങ്ങുകളെല്ലാം വളരെ ഭീഷണി ഉള്ളതാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള വിഷയങ്ങൾ തന്നെ റോഡിനെ കറക്റ്റ് വ്യക്തമായിട്ടൊന്നും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം കാണാൻ മേലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ടും ബ്രേക്ക് നഷ്ടപ്പെട്ടും മറിയുന്ന വാഹനങ്ങൾ, കൂടാതെ ഡ്രൈവറുടെ പരിചയക്കുറവും ഡ്രൈവർ ഉറങ്ങിപ്പോവുക എന്നിവയും ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ പാതയിലുണ്ടാകുന്ന അപകടങ്ങളിൽ ഏറെയും അഗാധമായ താഴ്ചയിലേക്ക് വണ്ടികൾ മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങളാണ്. ശാശ്വതവും ശാസ്ത്രീയവുമായ പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.